കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ ഗ്രാനൈറ്റ് പാറക്കെട്ടുകൾക്ക് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ചരിത്ര വിസ്മയമാണ് ചിത്രദുർഗ കോട്ട. ചിത്രദുർഗയുടെ ഐതിഹ്യപ്രകാരം ചിത്രാസുരൻ അഥവാ ഹിഡിംബൻ എന്ന അസുരനെ ദുർഗാദേവി ഇവിടെ വച്ച് വധിച്ചുവെന്നും ആ യുദ്ധത്തിൽ ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലത്താണ് ഹിഡിംബേശ്വര ക്ഷേത്രം പണിതതെന്നും വിശ്വാസമുണ്ട്. മഹാഭാരതത്തിൽ പറയുന്ന ഹിഡിംബൻ എന്ന രാക്ഷസന്റെ കഥ പ്രാദേശിക ഐതിഹ്യവുമായി ലയിച്ച് ഈ പ്രദേശം പുരാതനകാലത്ത് ഹിഡിംബപുരിയായി അറിയപ്പെട്ടിരുന്നുവെന്നും പിന്നീട് ദുർഗാദേവിയുടെ വിജയത്തെ സ്മരിച്ച് ചിത്രദുർഗ എന്ന പേര് ലഭിച്ചുവെന്നുമാണ് വിശ്വാസം. തദ്ദേശീയമായി കല്ലിന കോട്ടെ എന്നറിയപ്പെടുന്ന ഈ നിർമ്മിതി സൈനിക വാസ്തുവിദ്യയുടെയും പ്രതിരോധ തന്ത്രങ്ങളുടെയും ഉത്തമ ഉദാഹരണമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്തന്മാരായ ചിത്രദുർഗ നായക ഭരണാധികാരികൾ 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ഈ കോട്ടയെ വികസിപ്പിച്ചു. 7 സുത്തിന കോട്ടെ എന്നറിയപ്പെടുന്ന ഈ കോട്ടയ്ക്ക് 7 തട്ടുകളുള്ള സുരക്ഷാ മതിലുകളുണ്ട്. ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ഭേദിക്കാനാവാത്ത വിധം രൂപകൽപ്പന ചെയ്ത സങ്കീർണമായ കവാടങ്ങളും രഹസ്യപാതകളും ജലസംഭരണികളും ക്ഷേത്രങ്ങളും ഈ കോട്ടയ്ക്കുള്ളിലെ എഞ്ചിനീയറിംഗ് മികവ് വിളിച്ചോതുന്നു. ഹൈദർ അലിയുടെ സൈന്യം ഒരു നുഴഞ്ഞുവഴിയിലൂടെ കോട്ടയിൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഉലക്ക ഉപയോഗിച്ച് അവരെ നേരിട്ട ധീരവനിതയുടെ വീരഗാഥ ചിത്രദുർഗയുടെ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്. ദക്ഷിണേന്ത്യൻ സൈനിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഈ കോട്ട ഇന്നും സഞ്ചാരികളെ ആകർഷിച്ചു നിലകൊള്ളുന്നു.